ഗുഡ് മോർണിംഗ്. നമ്മൾ തുടങ്ങാം. അറ്റൻഡൻസ് എല്ലാവരും മാർക്ക് ചെയ്യാം. ഓക്കെ. നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ എക്സാം നടത്തേണ്ടതുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് രാത്രി ഉണ്ടാവും, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ. അതുകൊണ്ടാണ് നടത്താത്തത്. അടുത്ത ദിവസം വെള്ളിയാഴ്ച, നാളെയോ ശനിയോ ആയിട്ട് നടത്തും. ഇൻഫർമേഷൻ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോഴേക്ക് ആ ചാപ്റ്റർ തറവായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്കറിയാം, വർക്ക് എനർജി ആൻഡ് പവർ. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ആ ചാപ്റ്റർ പഠിക്കാൻ കുറച്ച് മാത്തമാറ്റിക്കൽ പ്രിലിമിനറീസ് ആവശ്യമുണ്ട്. അതിൽ നിങ്ങൾക്ക് വെക്ടറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ഇൻ്റഗ്രേഷനും ഈ ചാപ്റ്ററിൽ ചെറിയ രീതിയിൽ ആവശ്യമുണ്ട്. അതിൽ ഈ വെക്ടർ ഡോട്ട് പ്രോഡക്റ്റ് നിങ്ങളുടെ സിലബസിൽ ആ ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻ്റഗ്രേഷൻ നിങ്ങളുടെ സിലബസിൻ്റെ പാർട്ടായിട്ടില്ല, പക്ഷേ ഡിഫറൻഷിയേഷൻ പഠിപ്പിച്ച പോലെ ഇത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് ഇൻ്റഗ്രേഷനും ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇൻ്റഗ്രേഷൻ സിലബസിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചാപ്റ്ററിലൊക്കെ അത് ആവശ്യം വരും. അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മളത് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ വെക്ടറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റും വെക്ടറിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സിലബസിലുള്ള ഭാഗം തന്നെയാണ്. വെക്ടറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ രണ്ട് രീതിയിൽ സാധ്യമാണ്. ഒന്ന് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറയും. മറ്റൊരു രീതിയിൽ വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയെ ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെക്ടർ പ്രോഡക്റ്റ് എന്ന് പറയും. വെക്ടർ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് ഇനി വരുന്ന ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ട പുതിയ വെക്ടർ കൺസെപ്റ്റ്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എന്താണെന്നുള്ളതും ഡോട്ട് പ്രോഡക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഒക്കെ ചോദിക്കാറുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. പെട്ടെന്ന് ചെറിയൊരു ഭാഗം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് വേഗം വൈൻഡപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ലെറ്റ് us discuss about dot product of two vectors. Let me share my screen. So the chapter is work, energy and power, and we are going to discuss about a scalar product, dot product. Actually, it is the scalar product or dot product of two vectors. നമ്മൾ വെക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു. അത് നമ്മൾ വെക്ടറിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ ഇൻ ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ്. ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒരു ഗിവൺ വെക്ടറിനെ ഇഷ്ടമുള്ള രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ റിസോൾവ് ചെയ്ത് എഴുതുന്നത്. പിന്നെ കമ്പോണന്റ് ഫോമിൽ എക്സ് ആൻഡ് വൈ ആക്സിസിന്റെ ഡയറക്ഷനിൽ ഇസഡ്, എക്സ്, വൈ, ഇസഡ് മൂന്ന് പെർപെൻഡിക്കുലർ ആക്സിസുകളുടെ ഡയറക്ഷനിൽ ഒരു വെക്ടർ റിസോൾവ് ചെയ്താൽ ആ കമ്പോണൻസിന്റെ അതിന്റെ ആ എക്സ്, വൈ, ഇസഡ് കമ്പോണൻസിന്റെ ടേമിൽ വെക്ടേഴ്സിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എ എക്സ് ഐ പ്ലസ് എ വൈ ജെ ക്യാപ് പ്ലസ് എ ഇസഡ് കെ ക്യാപ് എന്നുള്ള ഫോമിൽ എക്സ്പ്രസ് ചെയ്യും. ഇതും നമ്മൾ പഠിച്ചു. അങ്ങനെ ആ എക്സ്പ്രഷനും അതിന്റെ
ഓരോ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുന്നത്. ഇവിടെ എവിടെയും നമ്മൾ വെക്ടറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്ടറും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ എന്ന് പറയും, ഐ ക്യാപ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ഗെറ്റ് 5i, വെക്ടർ 5i. എ എന്ന് പറയുന്ന വെക്ടറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എയുടെ 3 മടങ്ങ് മാഗ്നിറ്റ്യൂഡും എയുടെ അതേ ഡയറക്ഷനുമുള്ള പുതിയ വെക്ടർ കിട്ടും. ഇത് ഒരു സ്കെയിലാറും വെക്ടറും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ അവിടെ പറഞ്ഞു. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നത് നമ്മൾ ഇതുവരെ വെക്ടറിന്റെ മാത്തമാറ്റിക്സ് പഠിച്ചപ്പോഴൊന്നും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ വിൽ യു ആഡ് ടു വെക്ടേഴ്സ്. നിങ്ങൾക്ക് അഡീഷൻ എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് നമ്മൾ പഠിച്ചു വരുന്ന അഡീഷൻ ഉണ്ട്, അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെയാണ്. രണ്ട് നമ്പറിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, 5ന് 3, 5 ഗുണം 3 എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ അത് ഡിഫൈൻ ചെയ്തതാണ്. 5 ഗുണം 5 5 into 3 എന്ന് പറയുന്നതിനെ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഓപ്പറേഷനെ ഡിഫൈൻ ചെയ്തത് അഡീഷന്റെ ടേമിലാണ്. എങ്ങനെയാണ് ഡെഫിനിഷൻ വരിക? 5 into 3 എന്ന് പറഞ്ഞാൽ യു ആഡ് 5 3 times ഓർ യു ആഡ് 3 5 times. രണ്ടും ചെയ്യാം. 5നെ 3 പ്രാവശ്യം ആഡ് ചെയ്താൽ 15 കിട്ടും, 3ന് 5 പ്രാവശ്യം ആഡ് ചെയ്താലും 15 കിട്ടും. സോ 3 into 5 എന്നുള്ളതിന്റെ ഡെഫിനിഷൻ അതാണ്. സിമിലർലി വി ഹാവ് ടു അഡോപ്റ്റ് എ ഡെഫിനിഷൻ ഫോർ ദി സ്കെയിലാർ പ്രോഡക്റ്റ്. അപ്പോൾ മാത്തമാറ്റീഷ്യൻസ് ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. രണ്ട് തരത്തിൽ വെക്ടറിന്റെ പ്രോഡക്റ്റ് കാണാനുള്ള രീതികൾ അവർ ഡിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു രീതിയാണ്, ഒന്നാമത്തെ രീതിയാണ് സ്കെയിലാർ പ്രോഡക്റ്റ്. അതിന്റെ പേര് ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഇതിൽ രണ്ട് വെക്ടേഴ്സിനെയാണ് നമ്മൾ ഗുണിക്കുന്നത്. രണ്ട് വെക്ടേഴ്സിനെയാണ്. എ എന്ന് പറയുന്ന വെക്ടറിനെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം, ബി വിൽ ബി അനദർ വെക്ടർ. then the product, scalar product of a into b എന്ന് പറയുമ്പോൾ തന്നെ സ്കെയിലാർ എന്നുള്ള പദം അവിടെ വന്നു. that means the resulting vector is a scalar. the result is a scalar. resulting vector അല്ല, result is a scalar. രണ്ട് വെക്ടറിനെ സ്കെയിലാർ പ്രോഡക്റ്റ് കണ്ടാൽ അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടാൽ what you will get is not a vector but it's a scalar. that is very important concept. ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു, രണ്ട് വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു വഴിയുണ്ട്, അതിനെ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എന്ന് വിളിക്കും. അങ്ങനെ ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെക്ടർ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്ന ആ രീതിയിൽ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ വാട്ട് യു വിൽ ഗെറ്റ് വിൽ ബി എ വെക്ടർ. റിമെമ്പർ, there are two methods, two ways to multiply two vectors a and b. One is a dot b or the scalar product of a and b, which will be a scalar. The result will be a scalar. And there is another way, that is called the vector product. Vector product എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു വഴിയുമുണ്ട്. രണ്ട് വെക്ടേഴ്സ് എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് എടുത്താൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇഫ് യു ഡു ദി വെക്ടർ പ്രോഡക്റ്റ്, നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുക വാട്ട് യു വിൽ ഗെറ്റ് വിൽ ബി അനദർ വെക്ടർ. ഓക്കെ, ഇഫ് യു ഡു എ സ്കെയിലാർ പ്രോഡക്റ്റ് of vector a and vector b, what you will get will be a scalar, not a vector. That is very important. That is why it is called a scalar product. So now on we will focus on scalar product. So the scalar product of two vectors or the dot product or a scalar product of two vectors is a scalar. That is very important. Red color. So the dot product or scalar product of two vectors is a scalar defined as, one way of defining, കുറച്ചുകൂടി റിഗറസ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കമ്പോണന്റിന്റെ ടേമിലാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യും. രണ്ട് വെക്ടർ എ ആൻഡ് ബി എന്നെടുത്തു, അതിന്റെ ഡോട്ട് പ്രോഡക്റ്റിനെ സൂചിപ്പിക്കാനാണ് ഈ ഡോട്ട്. ദിസ് ഡോട്ട് ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഇൻഡിക്കേറ്റ്സ് എ ഡോട്ട് പ്രോഡക്റ്റ്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദി സിമ്പിൾ അഡീഷൻ. വെറുതെ എ ഇൻറ്റു ബി എന്ന് എഴുതിയതല്ല ഇത്. ദിസ് ഡോട്ട് ഹാസ് എ ഗ്രേറ്റ് മീനിങ്. അപ്പോൾ എ ഡോട്ട് ബി എന്നുള്ളതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, എ ഡോട്ട് ബി കാണണമെങ്കിൽ എ ബിയും തമ്മിലുള്ള സ്കെയിലാർ പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, യു ടേക്ക് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ഇവിടെ എ വെക്ടർ അല്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ആൻഡ് ദെൻ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആൻഡ് ദെൻ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ബട്ട് ടു ഫൈൻഡ് ദി സ്കെയിലാർ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടത്, വാട്ട് യു നീഡ് ഈസ് the magnitude of the two vectors and the angle between them. A and B are the magnitudes of vectors A and B, and theta is the angle between them. If you know the magnitude of the vectors or the length of the vector A and length of the vector B and the angle between them, you can easily find a scalar quantity which is called the scalar product or dot product of the two vectors A and B.
and is given by A dot B is equal to magnitude of A. Remember, it is magnitude of A into magnitude of B into cos theta, where theta is the angle between A and B. You should write this to your notebook. ബുക്കിലേക്ക് എഴുതേണ്ടതാണ് ഡോട്ട് പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ. സ്കെയിൽ വർക്ക് എനർജി പവറിലെ ചാപ്റ്റർ ഹെഡിങ് എഴുതി സ്കെയിലാർ പ്രോഡക്റ്റ് ഓർ ഡോട്ട് പ്രോഡക്റ്റ് എന്ന സബ് ഹെഡിങ് കൊടുത്തു. അതിന്റെ താഴെ അതിന്റെ ഡെഫിനിഷൻ എഴുതുക. ഇനി ഇതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ഡെഫിനിഷൻ നിങ്ങൾ പെട്ടെന്ന് എഴുതുക. പ്രോപ്പർട്ടീസ് വളരെ ആവശ്യം വരും when you do problems. ഈ എ ബി കോസ് തീറ്റ, എ ഇൻറ്റു ബി ഇൻറ്റു കോസ് തീറ്റയാണ് എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇത് മനസ്സിലാകുന്നുണ്ട്. ആൻഡ് ദിസ് ഇക്വേഷൻ ടെൽസ് യു സോ മെനി ഫാക്ട്സ് about the dot product. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡോട്ട് പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ. ഒന്നാമത്തത്, the product quantity A dot B is always a scalar. നമ്മൾ പറഞ്ഞു, ഡിഫൈൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു it is a scalar. So first property is that the result of the dot product or scalar product of two vectors is a scalar. Okay. The second one is the scalar product is commutative. നിങ്ങൾ എ ഡോട്ട് ബി കണ്ടാലും ബി ഡോട്ട് എ കണ്ടാൽ തിരിച്ചു മറിച്ചു എടുക്കാം. ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. 5 into 3 3 into 5 സെയിം തന്നെയാണ്, 2 15. എന്നതുപോലെ എ ഡോട്ട് ബി എന്ന് കണ്ടാൽ എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ, ആൻഡ് ബി ഡോട്ട് എന്ന് കണ്ടാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു കോസ് തീറ്റ. രണ്ടും ഒരേ വാല്യൂ ആണ് വരിക. സോ എ ഡോട്ട് ബി is equal to ബി ഡോട്ട് എ. ദെൻ the vectors obey distributive law. Vectors distributive law obey ചെയ്യുന്ന പറഞ്ഞാൽ a dot b plus c is equal to a dot b plus a dot c. ഈ റൂൾ ഒബേ ചെയ്യും. സാധാ മൾട്ടിപ്ലിക്കേഷൻ ഒബേ ചെയ്യുന്നതാണ്. 5 into 3 plus 1 എന്ന് പറഞ്ഞാൽ 5 into 3 plus 5 into 1 എന്ന് പറയുന്നത് പോലെ എ ഡോട്ട് ബി പ്ലസ് സി എന്ന് പറയുന്നത് എ ഡോട്ട് ബി ആദ്യം തന്നെ അങ്ങോട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, എയും ബിയും തമ്മിൽ, പിന്നെ എയും സിയും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ഉണ്ട് തമ്മിൽ ആഡ് ചെയ്യുക. സോ എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. സോ ദിസ് ലോ ഇസ് കാൾഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒബേ ചെയ്യും, കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യും, അസോസിയേറ്റീവ് ലോ എന്നും പറയാറുണ്ട് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ. ഇനി നിങ്ങൾ നോക്കൂ, എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. നൗ ഇഫ് യു നോ എ ഡോട്ട് ബി and magnitude of A and magnitude of B, from that data you can calculate the angle between the two vectors. ഇത് ആവശ്യം വരും. അത് ഉപകരിക്കുക എപ്പോഴാന്ന് വെച്ചാൽ എയും ബിയും നിങ്ങൾക്ക് കമ്പോണന്റ് ഫോമിൽ തന്നു, അതായത് ഐ ജെ കെ ഫോമിൽ വെക്ടർ തന്നു, എ വെക്ടർ എ വെക്ടർ ബിയും. അങ്ങനെ തന്നാൽ എ ഡോട്ട് ബി കാണാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എ ഡോട്ട് ബിയും മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും കാണാൻ പറ്റും. അതിൽ നിന്ന് വരച്ച് നോക്കാതെ തന്നെ എയും ബിയും വരച്ച് നോക്കി പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അത് തമ്മിലുള്ള ആംഗിൾ പറയാൻ പറ്റും. So if you know A dot B and AB, magnitude of A and magnitude of B, then the angle between the two vectors, theta is cos inverse, ഇത് നിന്ന് വരുന്നതാണ്, cos inverse A dot B by AB. ഈ ഇക്വേഷൻ എടുത്താൽ എ ഡോട്ട് ബി ബൈ എ ബി കോസ് തീറ്റ ആണല്ലോ. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എ ബി. ദിസ് ഇക്വേഷൻ ഇസ് റിക്വയർഡ് ഫോർ ഡൂയിങ് പ്രോബ്ലംസ്. ഇത് ഓർത്തിരിക്കുക. സോ ഈ പ്രോപ്പർട്ടീസ് ഒന്ന് നോട്ട് ചെയ്തിടുക. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് തീറ്റ ഇസ് കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ബൈ എ ബി. ഇനിയുണ്ട് പ്രോപ്പർട്ടീസ് വരാൻ, ഇത് നോട്ട് ചെയ്തിടുക. Theta is equal to cos inverse A dot B by AB. പെട്ടെന്ന് എഴുതിക്കോളൂ നോട്ടിലേക്ക്.
ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കൂ, ഇഫ് എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി, ഇഫും കൂടി ഇടണം നിങ്ങൾ എഴുതുമ്പോൾ. ഇഫ് എ ഡോട്ട് ബി, സോറി അങ്ങനെയല്ല, എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി ആകുന്ന എപ്പോഴാണ്? ഇഫ് തീറ്റ ഈക്വൽ ടു 0. എന്താണ് എ ഡോട്ട് ബി എന്ന് പറയുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. തീറ്റ 0 ആണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താവും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് 0. കോസ് 0 is 1, so it becomes magnitude of a into magnitude of b. So vector a dot vector b is equal to a into b if theta equal to 0. Theta equal to 0 എന്ന് പറഞ്ഞാൽ എന്താ? വെക്ടേഴ്സ് ആർ പാരലൽ. വെക്ടർ പാരലൽ ആണ്. അപ്പൊ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ എ ഡോട്ട് ബിയുടെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും എടുത്തിട്ട് അവ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന നമ്പറും തുല്യമായിരിക്കും. So if a dot b equal to ab, that means the two vectors are parallel. Or if two vectors are parallel, then a dot b equal to ab. Parallel ആയാലും a dot b ab ആയിരിക്കും. ഓക്കെ. അതേപോലെ ഇനി മറ്റു കേസുകളൊക്കെ നമുക്ക് പറയാം. എ ബി കോസ് തീറ്റ അല്ലേ, തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ എ ഡോട്ട് ബിയുടെ വാല്യൂ എത്രയാവും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് 90 എന്നാവും. കോസ് 90 0 ആണ്, അതുകൊണ്ട് എ ഡോട്ട് ബി 0 എന്ന് വരും. സോ ഇഫ് എ ഡോട്ട് ബി ഈസ് 0, that means the two vectors a and b are perpendicular. That is very, very useful fact for problem solving. So if a vector a dot vector b, a dot b is 0, that means the two vectors a and b are perpendicular. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വെക്ടേഴ്സ് തന്നു, സേ a is equal to 3i plus 2j and b is equal to 5j plus 3k. ഇങ്ങനെയുള്ള രണ്ട് വെക്ടേഴ്സ് തന്നു, ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ് ഇൻ കമ്പോണന്റ് ഫോം. അപ്പോൾ നിങ്ങൾക്ക് എ ഡോട്ട് ബി കാണാൻ ഒരു ഈസി വഴി ഉണ്ട്, അത് ഞാൻ പറയും. കമ്പോണന്റ് ഫോമിൽ എങ്ങനെയാണ് എ ഡോട്ട് ബി കാണാന്നുള്ളത്. അങ്ങനെ എ ഡോട്ട് ബി രണ്ട് വെക്ടേഴ്സ് എന്നാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. രണ്ട് വെക്ടേഴ്സ് വരച്ച് ജിയോമെട്രിക്കലി റെപ്രസെന്റ് ചെയ്താൽ അവ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണോ അല്ലെ എന്നൊക്കെ ഏകദേശം പിക്ചർ നോക്കിയാൽ നമുക്ക് ആ ഡ്രോയിങ് നോക്കിയാൽ പറയാൻ കഴിയും, അല്ലെങ്കിൽ ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് മെഷർ ചെയ്ത് പറയാൻ കഴിയും. If you are given two vectors in analytical form or in component form, അപ്പോൾ ആ വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ അറിയണമെങ്കിൽ ഒരു വഴി എന്താണ്? ഒരു പുസ്തകം, ഒരു പേപ്പർ എടുക്കുക, അതിൽ എക്സ് വൈ ആക്സിസ് ഒക്കെ മാർക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ വെക്ടേഴ്സ് വരക്കുക. 3i plus 2j എന്ന വെക്ടർ വരക്കുക, 5i plus 3k എന്നുള്ള വെക്ടറും വരക്കുക. അപ്പോൾ അവ തമ്മിലുള്ള ആംഗിൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ദാറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് ടാസ്ക്. അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ആംഗിൾ കാണാൻ എന്ത് എഴുതാൽ മതി? എ ഡോട്ട് ബി കണ്ടിട്ട് ഡിവൈഡഡ് ബൈ എ ബി ചെയ്താൽ. അങ്ങനെ എ ഡോട്ട് ബി കണ്ടിട്ട് ഡിവൈഡ് ബൈ എ ബി ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താ? ആ വെക്ടേഴ്സ് രണ്ടും തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. ഇഫ് യു ഡ്രോ ദം ഇൻ എ പേപ്പർ, യു ക്യാൻ സീ ദാറ്റ് ദീസ് ടു വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ ഇഫ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0, then theta is equal to 90 degree and the vectors are perpendicular. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടിട്ട് 0 ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ജിയോമെട്രിക്കലി തന്നാലായിട്ട് ആവശ്യമില്ല, വരച്ച നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിക്കാൻ ഈസിയാണ്. ബട്ട് ഇഫ് യു ആർ ഗിവൺ ടു വെക്ടേഴ്സ് ഇൻ അനാലിറ്റിക്കൽ ഫോം, യു ക്യാൻ ഈസിലി ഫൈൻഡ് എ ഡോട്ട് ബി, ആൻഡ് ഫ്രം ദി വാല്യൂ ഓഫ് എ ഡോട്ട് ബി യു ക്യാൻ ചെക്ക് വെദർ ദ വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ഓർ നോട്ട്. വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. എ ഡോട്ട് ബി 0 ആണോ അല്ലേ ഒന്ന് പരിശോധിച്ചാൽ മതി. Then next is if a dot b is equal to minus ab. A dot b ab ആണെങ്കിൽ theta 0 ആണ്, വെക്ടേഴ്സ് പാരലൽ ആണ്. എ ഡോട്ട് ബി മൈനസ് എ ബി ആണെങ്കിൽ തീറ്റ 180 ഡിഗ്രി ആയിരിക്കും, ആ വെക്ടേഴ്സ് ആന്റി പാരലൽ ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. 0 ആണെങ്കിൽ എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി, 180 ഡിഗ്രി ആന്റി പാരലൽ ആണെങ്കിൽ എ ഡോട്ട് ബി ഈക്വൽ ടു മൈനസ് എ ബി. സോ ദീസ് ത്രീ ആർ വെരി, വെരി യൂസ്ഫുൾ properties or useful facts about the dot product of two vectors. മറക്കരുത്, നോട്ട് എഴുതിയിരിക്കുക. ഇത് ഓർത്തിരിക്കണം. എഴുതിയിരിക്കുന്നതിലുപരി this should be in your mind whenever you come across a vector, especially in analytic form. This is very, very, very useful. ഇനി അടുത്തത് നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് അലോങ് എക്സ് വൈ ഇസഡ് 3 ആക്സിസിൽ പറഞ്ഞിട്ടുണ്ട്. 3 ആക്സിസിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണ് ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്. അവയുടെ ഡോട്ട് പ്രോഡക്റ്റുകൾ എടുത്താൽ എന്താണ് കിട്ടുക? നമുക്കറിയാം അവയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 വെക്ടർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് അതർ വെക്ടർ എന്ന് പറഞ്ഞാൽ റിസൾട്ട് 1 വരുള്ളൂ. ഇനി അവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. രണ്ട് ഡിഫറെന്റ് വെക്ടേഴ്സ് തമ്മിൽ ഐ ജെ തമ്മിലും ജെയും കെയും തമ്മിലും ഐയും കെയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ബിക്കോസ് ദേ റെപ്രസെന്റ് ഡയറക്ഷൻ അലോങ് ത്രീ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് എക്സ്, വൈ ആൻഡ് ഇസഡ്.
ഈ മൂന്ന് പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂന്ന് ആക്സിസിന്റെ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ് ഐ ക്യാപ്, ജെ ക്യാപ് ആൻഡ് കെ ക്യാപ്. നിങ്ങൾക്കറിയാം. അപ്പൊ നോക്കൂ, ഐ ഡോട്ട് ഐയും ഐയും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഐ ഡോട്ട് ഐ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ഇൻറ്റു കോസ് 0 എന്നാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ എത്രയാണ്? 1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 ഇൻറ്റു കോസ് 0 എന്ന് വരും. ബിക്കോസ് ഐയും ഐയും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. ആ 1 ഇൻറ്റു 1 ഇൻറ്റു കോസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 1. സിമിലർലി ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ജെ 1 ആണ്. 1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ജെ അഗൈൻ 1 ആണ്. സോ 1 ഇൻറ്റു 1 ഇൻറ്റു ആംഗിൾ ബിറ്റ്വീൻ ജെ ആൻഡ് ജെ എന്ന് പറഞ്ഞാൽ y ആക്സിസും y ആക്സിസും തമ്മിലുള്ള ആംഗിൾ ആണ്. ദാറ്റ് ഈസ് അഗൈൻ 0. സോ 1 ഇൻറ്റു 1 ഇൻറ്റു കോസ് 0, ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 ഇൻറ്റു 1, ദാറ്റ് ഈസ് 1. സിമിലർലി കെ ഡോട്ട് കെ ഈസ് 1. ഇനി ഡിഫറെന്റ് വെക്ടേഴ്സ് ആകുമ്പോൾ എന്താവും? നമ്മളുടെ ആംഗിൾ എടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ഈസ് 1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ജെ ഈസ് 1 ഇൻറ്റു കോസ് 0 അല്ല, ഐയും ജെ തമ്മിലുള്ള ആംഗിൾ 90 ആണ്. കോസ് 90 is 0. സോ ഐ ഡോട്ട് ജെ 0. സിമിലർലി ജെ ഡോട്ട് കെ 0, കെ ഡോട്ട് കെ 0. സോ ഡിഫറെന്റ് യൂണിറ്റ് വെക്ടേഴ്സ്, കാർട്ടീഷ്യൻ യൂണിറ്റ് വെക്ടേഴ്സ്, ഡിഫറെന്റ് വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. സെയിം കാർട്ടീഷ്യൻ യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും 1 ആണ്. ഇതും വളരെ പ്രധാനപ്പെട്ട, വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. കാണാതെ ഓർത്തിരിക്കണം, എപ്പോൾ ചോദിച്ചാലും അറിയണം. സെയിം വെക്ടേഴ്സ് ആണ് കാർട്ടീഷ്യൻ യൂണിറ്റ് വെക്ടേഴ്സ് ഐ ജെ കെയുടെ കേസിൽ. സെയിം വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് 1ഉം ഡിഫറെന്റ് വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. ഓക്കെ, യു റൈറ്റ് ദീസ് ടു. ഈ 2, 4, 5 വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ്. എപ്പോഴും നിങ്ങൾ അത് ഓർത്തിരിക്കണം, എപ്പോഴും ആവശ്യമുള്ള ഫാക്ട്സ് ആണ്. അപ്പൊ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് പഠിച്ചു. എങ്ങനെയാണ് ഡോട്ട് പ്രോഡക്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, നിർവചനം, അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു. അത് റിസൾട്ട് ഒരു സ്കെയിലാർ ആണ് എന്നുള്ളത് നിങ്ങൾ ഇനി മറക്കൂല. പിന്നെ എങ്ങനെയാണ് രണ്ട് എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടർ തന്നാൽ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് കാണുക, എ വെക്ടർ വരക്കുക, ബി വെക്ടർ വരക്കുക, അതിന്റെ ലെങ്ത് എടുത്തിട്ട് വരക്കുക, അത് തമ്മിലുള്ള ആംഗിൾ അളക്കുക, ആംഗിൾ തീറ്റ എന്ന് എടുക്കുക, എയുടെ ലെങ്ത് ഇൻറ്റു ബിയുടെ ലെങ്ത് ഇൻറ്റു കോസ് തീറ്റ, അത് തമ്മിലുള്ള ആംഗിൾ. സോ ദാറ്റ് ഈസ് ദി ഡോട്ട് പ്രോഡക്റ്റ്. പിന്നെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് കുറേ സവിശേഷതകൾ പറഞ്ഞു. ഡോട്ട് പ്രോഡക്റ്റ് സ്കെയിലാർ ആണ്. ഡോട്ട് പ്രോഡക്റ്റ് മീൻസ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. നിങ്ങൾ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്. ഇനി അത് എ ഡോട്ട് ഓഫ് ബി പ്ലസ് സി എന്ന് പറയുന്നത് വെക്ടർ ആണ്. വെക്ടർ എ ഡോട്ട് ഓഫ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി എന്ന് പറഞ്ഞാൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി പ്ലസ് വെക്ടർ എ ഡോട്ട് വെക്ടർ സി എന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയും. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അസോസിയേറ്റീവ് ആണ് എന്നൊക്കെ പറയാം. ദെൻ നമ്മൾ വെക്ടേഴ്സ് പാരലൽ ആവുന്ന എപ്പോഴാണ്, ആന്റി പാരലൽ ആവുന്ന എപ്പോഴാണ്, പെർപെൻഡിക്കുലർ ആവുന്ന എപ്പോഴാണ്. ഈ ക്രോസ് പ്രോഡക്റ്റ് പഠിക്കുമ്പോൾ ഇതൊന്നും കൂടി, വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ എന്താണ് ക്രോസ് പ്രോഡക്റ്റ് വരിക എന്നുള്ളത് കൂടി പഠിച്ചാൽ അപ്പോൾ അതും കൂടി ഒന്ന് വരും. ഇപ്പൊ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റിന്റെ ടേമിൽ എപ്പോഴാണ് വെക്ടേഴ്സ് പാരലൽ ആവുക, ആന്റി പാരലൽ ആവുക, പെർപെൻഡിക്കുലർ ആവുക. അതിൽ ഈസി ആയിട്ടുള്ളത് പെർപെൻഡിക്കുലറിന്റെ കണ്ടീഷനാണ്. ടു വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ, then a dot b will be equal to 0. If two vectors are parallel, then a dot b is equal to ab. a എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്സ് തമ്മിൽ ഗുണിക്കുക. ഇഫ് two vectors are anti-parallel or opposite, then a dot b is equal to minus ab. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിന് ശേഷം യൂണിറ്റ് വെക്ടേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു. കാർട്ടീഷ്യൻ യൂണിറ്റ് വെക്ടേഴ്സ് ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ് എന്ന 3 കാർട്ടീഷ്യൻ XYZ ആക്സിസുകൾക്ക് ഡയറക്ഷൻ കാണിക്കുന്ന യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അവയുടെ റൂൾ ഫോർ ഡോട്ട് പ്രോഡക്റ്റ് ഐ ഡോട്ട് ഐ. ഐഡന്റിക്കൽ വെക്ടേഴ്സ് തമ്മിലാണ് യൂണിറ്റ് വെക്ടേഴ്സ്, കാർട്ടീഷ്യൻ യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ 1 എന്നും, ഡിഫറെന്റ് കാർട്ടീഷ്യൻ യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ അവയുടെ റിസൾട്ട് 0 എന്നും കിട്ടും. ഞാൻ പറഞ്ഞിരുന്നു, കമ്പോണന്റ് വെക്ടേഴ്സിന്റെ ടേമിൽ അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഫോമിൽ എയും ബിയും രണ്ട് വെക്ടേഴ്സ് തന്നാൽ എങ്ങനെയാണ് ഡോട്ട് പ്രോഡക്റ്റ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ടു വെക്ടേഴ്സ്
two vectors are in analytical form, that is A is equal to AX I cap plus AY J cap plus AY Z K cap. അതുപോലെ B യെയും എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ എഴുതിക്കോളൂ, in terms of components the scalar product of vectors A and B can be written as, അപ്പോൾ അതെങ്ങനെ എഴുതാന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. A കിട്ടി, B കിട്ടി. അപ്പോൾ ഈ ഡോട്ട് പ്രോഡക്റ്റ് എ ഡോട്ട് ബി കാണണമെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഡോട്ട് കാണണം, സ്കെയിലാർ പ്രോഡക്റ്റ് കാണണം. സ്കെയിലാർ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ ആദ്യം എ ഡോട്ട് എ എക്സ് ഐ, എയിലുള്ളത് ഈ മൂന്ന് ടേമാണ്, ബിയിൽ ഈ മൂന്ന് ടേം ഉണ്ട്. എയിലെ ആദ്യത്തെ ടേമിന് ബിയിൽ ഓരോ ടേം കൊണ്ടും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ എ എക്സ് ഐ ഡോട്ട് ബി എക്സ് ഐ, അത് ചെയ്യുമ്പോൾ എ എക്സ് ബി എക്സ് ഇൻറ്റു ഐ ഡോട്ട് ഐ എന്ന് വരും. രണ്ടാമത്തത് എ എക്സ് ഐ ഡോട്ട് ബി വൈ ജെ, അത് ചെയ്യുമ്പോൾ എ എക്സ് ബി വൈ ഇൻറ്റു ഐ ഡോട്ട് ജെ എന്ന് വരും. അതാണ് ഈ ടേം. ഈ ലെങ്തി ലൈൻ നിങ്ങൾ എഴുതണമെന്നില്ല, ഇത് എഴുതിയിട്ട് ഒന്ന് റിസൾട്ട് എഴുതിയാൽ മതി. ഇതെങ്ങനെയാണ് വരുന്നതെന്നാണ് ഞാൻ പറയുന്നത്. നോക്കാം, എ എക്സ് ഐ കൊണ്ട് നമ്മൾ പറഞ്ഞു എ പ്ലസ് ബി പ്ലസ് സി പറഞ്ഞാൽ എ ഡോട്ട് ബി പ്ലസ് സി പറഞ്ഞാൽ എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. അത് ചെയ്യുമ്പോൾ എ എക്സ് ഐ എന്നുള്ള ഈ വെക്ടർ കമ്പോണന്റ് കൊണ്ട്, ഈ വെക്ടർ കൊണ്ട് ഫസ്റ്റ് ടേം കൊണ്ട് ഇതിലുള്ള ഓരോ ടേമുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യണം. സോ ഫസ്റ്റ് എ എക്സ് ഐ ഡോട്ട് ബി എക്സ് ഐ എന്നാണ് വരിക. എ എക്സ് ഐ ഡോട്ട് ബി എക്സ് ഐ എന്ന് പറഞ്ഞാൽ എ എക്സ് ഇൻറ്റു ബി എക്സ് ഇൻറ്റു ഐ ഡോട്ട് ഐ എന്ന് വരും. അതാണ് എഴുതിയത്. അടുത്ത ടേം വരിക എ എക്സ് ഐ ഇൻറ്റു ബി വൈ ജെ എന്നാണ്. എ എക്സ് ഐ ഇൻറ്റു അല്ല, എ എക്സ് ഐ ഡോട്ട് ബി വൈ ജെ എന്നാണ്. അത് ചെയ്യുമ്പോൾ എ എക്സ് ബി വൈ ഇൻറ്റു ഐ ഡോട്ട് ജെ എന്നാണ് വരിക, ഐ ഡോട്ട് ജെ, ദിസ് ടേം. Then the last term for this AXI term is AXI dot BZK എന്നാണ്. അത് ചെയ്യുമ്പോൾ AX BZ into I dot K, AX BZ into I dot K. അപ്പോൾ ഒന്നാമത്തെ ടേം കൊണ്ട് എല്ലാത്തിനെയും ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു. ഇനി എയിലെ രണ്ടാമത്തെ ടേം എടുക്കുക, AY J cap എടുക്കുക. AY J കൊണ്ട് ഈ ബിയിലുള്ള എല്ലാ ടേമിനെയും വീണ്ടും ഡോട്ട് പ്രോഡക്റ്റ് കാണും. സോ അടുത്ത നെക്സ്റ്റ് ടേം ഈസ് AY J dot BXI, AY J dot BXI, that is AY BX into J dot I, AY BX into J dot I. അടുത്തത് AY J dot BY J, AY J dot BY J. അത് ചെയ്യുമ്പോൾ AY BY into J dot J, AY BY into J dot J. അടുത്തത് AY J dot BZK, അത് ചെയ്യുമ്പോൾ AY BZ into J dot K, J dot K എന്ന് വരും. പ്ലസ് AZ BX into, അടുത്ത ഈ ടേം കൊണ്ട് ചെയ്യാൻ പോവാണ്. AZ K എന്നുള്ള ടേം കൊണ്ട് ബിയിലുള്ള എല്ലാ ടേമിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് കാണാണ്. സോ AZ K ഡോട്ട് ബി എക്സ് ഐ എന്ന് ചെയ്യുമ്പോൾ AZ BX into K dot I എന്ന് വരും. AZ BX into K dot I. And the next term is AZ K dot BYJ, that is AZ BY into K dot J, AZ BY into K dot J. And the last term is AZ K into dot BZK, that is AZ BZ into K dot K. നമുക്കൊരു കാര്യം അറിയാം, ഇതിൽ സെയിം വെക്ടേഴ്സിന് ഡോട്ട് പ്രോഡക്റ്റ് വരുന്ന ടേംസ് മാത്രമേ നിലനിൽക്കുള്ളൂ, ബാക്കിയെല്ലാം സീറോ ആയി പോകും. അത് ഇങ്ങനെ നീട്ടി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എഴുതണ്ട. ഇത് എഴുതിയിട്ട് തൊട്ടടുത്ത് ഫൈനൽ റിസൾട്ട് എഴുതി വെച്ചാൽ മതി. നിങ്ങൾ നോട്ടിലേക്ക് ഇത് എഴുതിക്കോളൂ. ഇത് നോക്കൂ, ഇത് നിലനിൽക്കും. എ എക്സ് ബി എക്സ് ഇൻറ്റു ഐ ഡോട്ട് ഐ ആണ്, അത് 1 ആണ്. ഐ ഡോട്ട് ഐ 1 ആണ്. അപ്പോൾ ഇത് എ എക്സ് ബി എക്സ് എന്നാവും. ഇത് ഐ ഡോട്ട് ജെ, ഇത് സീറോ ആവും, ഇത് സീറോ ആവും, ഇത് സീറോ ആവും, ഇത് നിലനിൽക്കും. ഇതെന്താണ്? എ വൈ ബി വൈ ജെ ഡോട്ട് ജെ. ഇത് ബി അല്ല, വൈ ആണ്. എ വൈ ബി വൈ ജെ ഡോട്ട് ജെ. ജെ ഡോട്ട് ജെ 1 ആണ്. സോ ദിസ് വിൽ ബി എ വൈ ബി വൈ. ആൻഡ് ദിസ് ഇവിടെ ജെ ഡോട്ട് കെ ആണ്, സീറോ ആവും. ഇത് കെ ഡോട്ട് ഐ ആണ്, ഈ ടേമും സീറോ ആവും. ഇത് കെ ഡോട്ട് ജെ ആണ്, ഈ കെ ടേമും സീറോ ആവും. പിന്നെ ഇവിടെ വരിക കെ ഡോട്ട് കെ വരുന്ന ടേം ഉണ്ട്. കെ ഡോട്ട് കെ ഇസ് 1, സോ എ സെഡ് ബി സെഡ് ഇൻറ്റു 1. അപ്പൊ ആകെ ഇതില് നോൺ സീറോ ആവുന്ന ടേംസ്, സീറോ ആയി പോകാത്ത ടേംസ് എന്ന് പറയുന്നത് ഒന്ന് എ എക്സ് ബി എക്സ് ഉണ്ടാവും, മറ്റൊന്ന് ജെ ഡോട്ട് ജെ വരുന്നതിന്റെ കൂടെ വരുന്ന എ വൈ ബി വൈ ഉണ്ടാവും, കെ ഡോട്ട് കെയുടെ കൂടെ വരുന്ന എ സെഡ് ബി സെഡ് ഉണ്ടാവും. സോ ദ റിസൾട്ട് ഈസ് എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ്. So A dot B is equal to AX BX plus AY BY plus AZ BZ. So this can also be taken as the definition of A dot B. അപ്പോൾ വെക്ടർ എയും വെക്ടർ ബിയും ഈ ഫോമിൽ തന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ഈസിയാണ്. രണ്ടിന്റെയും ഐന്റെ കൂടെയുള്ള ആളുകളെ പരസ്പരം ഗുണിക്കുക, പ്ലസ് രണ്ടിന്റെയും ജെയുടെ കൂടെയുള്ള ആളെ പരസ്പരം ഗുണിക്കുക, പ്ലസ് കെയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് എന്താണ് അത് പരസ്പരം ഗുണിച്ച് വെക്കുക. വളരെ ഈസി ആയിട്ട് എയും ബിയും തന്നാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ പറ്റും. So this is how you can find a dot product, scalar product of two vectors if the vectors are given in analytical form or component form. നിങ്ങൾ എഴുതുമ്പോൾ ഇത് എഴുതിയിട്ടുണ്ടാവും, ഈ ലൈന് ഈ രണ്ട് വെക്ടേഴ്സ് എഴുതിയിട്ടുണ്ടാവും. എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ് പ്ലസ് എ സെഡ് കെ ക്യാപ് ബി ഇസ് ഈക്വൽ ടു ബി എക്സ് ഐ ക്യാപ്
പ്ലസ് ബി വൈ ജെ ക്യാപ് പ്ലസ് ബി ഇസഡ് കെ ക്യാപ് എന്നിട്ട് എഴുതുക. ദെൻ ദി ഡോട്ട് പ്രോഡക്റ്റ് ഓർ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ദി വെക്ടേഴ്സ് എ ഡോട്ട് ബി പിന്നെ ഇത് എഴുതിയാൽ മതി. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ എക്സ് ഇൻറ്റു ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ ഇസഡ് ബി ഇസഡ്. ഒരു നമ്പറാണ് കിട്ടുക. ലെഫ്റ്റ് സൈഡിൽ എയും ബിയും വെക്ടർ ആണ്, ഇവിടെ നമുക്ക് കിട്ടിയ സ്കെയിലാർ ആണ്. So this is how you will find the scalar product or dot product when two vectors are given in analytical form. ഇത് ഈ കാര്യങ്ങൾ മൊത്തത്തിൽ എഴുതണം എന്നില്ല, ആവശ്യമില്ല. ഈ റിസൾട്ട് മാത്രമേ ഇങ്ങനെ എഴുതുക, ബി ഇങ്ങനെ എഴുതുക, എ ഡോട്ട് ബി എന്നുള്ള ഈ ചുവന്ന കളറിൽ റിസൾട്ടും എഴുതിയാൽ മതി. എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കിയുള്ള വലിയ ലൈൻ എഴുതേണ്ടതില്ല. അതിങ്ങനെ ഓരോ ടേമിനെയും എയിലുള്ള ഓരോ ഐ ടേം കൊണ്ട് ബിയിലുള്ള എല്ലാ ടേമിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. എയിലെ ജെ ക്യാപ്പ് എന്നുള്ള ആ വെക്ടർ കമ്പോണന്റ് കൊണ്ട് ബിയിലുള്ള ഓരോ ടേമിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് കാണാം. പ്ലസ് എയിലെ കെ ക്യാപ്പിന്റെ ടേം കൊണ്ട് ബിയിലുള്ള ഓരോ ടേമുമായിട്ടും ഡോട്ട് പ്രോഡക്റ്റ് കണ്ട് ആഡ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വെക്ടർ ഡോട്ട് പ്രോഡക്റ്റ് കാണുന്ന എല്ലാ രീതികളും ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ജോമെട്രിക്കൽ വെക്ടറുകൾ വന്നാൽ എങ്ങനെയാണ്? ഈസിയാണ്. എയുടെ ലെങ്ത് നോക്കുക, ബിയുടെ ലെങ്ത് നോക്കുക, ആംഗിൾ നോക്കുക. എയുടെ ലെങ്ത് ഇൻറ്റു ബിയുടെ ലെങ്ത് ഇൻറ്റു കോസ് ആ ആംഗിൾ എത്രയാണ്. അനാലിറ്റിക്കൽ ഫോമിൽ തന്നാൽ ഐയുടെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ജെയുടെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് കെയുടെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് വിൽ ഗിവ് യു ദി വെക്ടർ പ്രോഡക്റ്റ് ദി സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി, ദാറ്റ് ഈസ് എ ഡോട്ട് ബി. ഓക്കെ. എഴുതിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡോട്ട് പ്രോഡക്റ്റ്. ഇത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണമെന്നില്ല, ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. നോക്കുക, ഇത് എ ആണ്, രണ്ട് വെക്ടേഴ്സ് ആണ് എയും ബിയും. ഇത് ഞാൻ ഈ ബി എന്ന് പറയുന്ന വെക്ടറിന്റെ റിസോൾവ് ചെയ്യുമ്പോൾ രണ്ട് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാണെന്ന് സങ്കല്പിക്കുക. അപ്പൊ ഈ എയുടെ അതേ ഡയറക്ഷനിലെ കമ്പോണന്റ് ആണ് ഈ ലെങ്ത് വരിക. ഈ ഡോട്ടർ ലൈൻ ക്രോസ് ചെയ്യുന്ന ഇതുവരെയുള്ള ലെങ്ത് വരിക എയുടെ അതേ ഡയറക്ഷനിലെ കമ്പോണന്റ് ആണ്. ഇതേപോലെ മേലോട്ട് വരച്ചാൽ ദാറ്റ് വിൽ ബി ദിസ് ഡോട്ടർ ലൈൻ. ദിസ് റെപ്രസെന്റ്സ് ദി അനദർ കമ്പോണന്റ്. സോ ദിസ് വെക്ടർ പ്ലസ് ദിസ് വെക്ടർ വിൽ ഗിവ് യു ദി ബി. ബിയുടെ ബി എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പോണന്റ് ഓഫ് ബി ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ എന്ന് പറയുന്നത് ബി കോസ് തീറ്റ ആയിരിക്കും. ക്ലിയർ ആണല്ലോ ഈ ചിത്രത്തിൽ? ബി എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പോണന്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ ഈസ് ബി കോസ് തീറ്റ. ഇവിടെ ചിത്രം നോക്കൂ, എ എന്ന് പറയുന്ന വെക്ടറിന്റെ ആണ് ഞാൻ റിസോൾവ് ചെയ്തത് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ബി. അതായത് നേരത്തെ അതേപോലെ എ എന്ന് പറയുന്ന വെക്ടറിന്റെ ബിയുടെ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ആണ് എ കോസ് തീറ്റ. എനെ ഞാൻ ബിയുടെ അതേ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി ഇത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ്, രണ്ട് കമ്പോണന്റ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. ഒന്ന് എ കോസ് തീറ്റ ആയിരിക്കും, അപ്പൊ ഇങ്ങനെയുള്ള പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് എ സൈൻ തീറ്റ ആയിരിക്കും. അപ്പൊ എനിക്ക് എ കോസ് തീറ്റ എ എന്ന് പറഞ്ഞാൽ എ കോസ് തീറ്റ ഐ പ്ലസ് എ സൈൻ തീറ്റ ജെ എന്ന് എഴുതാം. അല്ലെങ്കിൽ എ കോസ് തീറ്റ അലോങ് ബി ആൻഡ് എ സൈൻ തീറ്റ പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി. ഇവിടെ വെക്ടർ കമ്പോണന്റ്സ് ഓഫ് വെക്ടർ ബി ആർ ബി കോസ് തീറ്റ അലോങ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ആൻഡ് ബി സൈൻ തീറ്റ പെർപെൻഡിക്കുലർ ടു വെക്ടർ എ, അങ്ങനെ പറയാം. സോ ചുരുക്കി പറഞ്ഞാൽ ഇത് നിങ്ങൾ എഴുതും വരക്കൊന്നും വേണ്ട. ബി കോസ് തീറ്റ ഈസ് ദി കമ്പോണന്റ് ഓഫ് വെക്ടർ ബി ഇൻ ദി ഡയറക്ഷൻ ഓഫ് വെക്ടർ എ. ബി കോസ് തീറ്റ മനസ്സിലാവുന്നുണ്ട്? ചിത്രത്തിൽ നോക്കി ഈസിയായി മനസ്സിലാവും. ബി കോസ് തീറ്റ. നമ്മൾ എ ഡോട്ട് പി കണ്ടാൽ എ ഡോട്ട് പി എന്താണ് പറയുന്നത്? ബി കോസ് തീറ്റ ഈസ് ദി കമ്പോണന്റ് ഓഫ് വെക്ടർ ബി അലോങ് വെക്ടർ എ. നമ്മൾ പ്രൊജക്ഷൻ എന്നും പറയും. ഇവിടുന്ന് വെക്ടർ എയിലേക്ക് മുകളിൽ ഇങ്ങനെ ലൈറ്റ് റേസ് വരികയാണെങ്കിൽ ആ വെക്ടർ എന്റെ നിഴൽ ഇവിടെയാണ് അവസാനിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പ്രൊജക്ട് ചെയ്താൽ കിട്ടുന്നതെന്ന് പറയുന്നത്. വെക്ടർ എയുടെ അതേ കിടക്കുന്ന അതേ പ്ലെയിനിലേക്ക് ബി എ നമ്മൾ മുകളിൽ നിന്ന് ലൈറ്റ് അടിച്ച് പ്രൊജക്ഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്നത് ഈ ലെങ്ത് ആയിരിക്കും. ബി കോസ് തീറ്റ എന്നുള്ള ഈ ലെങ്ത് ആയിരിക്കും, ഈ ലെങ്ത് ആയിരിക്കും. അതുകൊണ്ടാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. So B cos theta is the projection or component of vector B along vector A. അപ്പോൾ ഏത് വെക്ടർ എടുത്താലും എക്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്, ആ വെക്ടറിന്റെ കമ്പോണന്റ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ അലോങ് ദി ഡയറക്ഷൻ ഓഫ് വെക്ടർ വൈ. എക്സിന്റെ വൈ ഡയറക്ഷനിലുള്ള പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് കോസ് തീറ്റ ആയിരിക്കും. തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. എക്സുമായി നമ്മൾ ആംഗിൾ എടുക്കുക, എക്സിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, കോസ് തീറ്റ കൊണ്ട് ഗുണിക്കുക, യു വിൽ ഗെറ്റ് ദി പ്രൊജക്ഷൻ. അപ്പോ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ ആണ്. അപ്പൊ എ ഡോട്ട് ബി നമുക്ക് ഇങ്ങനെയും പറയാം, എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു പ്രൊജക്ഷൻ ഓഫ് ബി അലോങ് എ.
ബി കോസ് തീറ്റ പറഞ്ഞാൽ പ്രൊജക്ഷൻ ഓഫ് ബി അലോങ് എ. സോ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു പ്രൊജക്ഷൻ ഓഫ് ബി അലോങ് എ. അതേപോലെ തിരിച്ച് ബി ഡോട്ട് എ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ബി ഡോട്ട് എന്റെ ഡയഗ്രാം വരെ. ബി എ കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ടു ബി, അല്ലെങ്കിൽ എ അലോങ് ബി എന്നും എഴുതും. ഈ ഒരു റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വന്നേക്കാം. എന്താണ് ഈ ഡോട്ട് പ്രോഡക്റ്റും വെക്ടർ പ്രൊജക്ഷനും തമ്മിലുള്ള ബന്ധം? അതിങ്ങനെയാണ് വരുന്നത്. പരീക്ഷയ്ക്കൊന്നും അങ്ങനെ ചോദിക്കാനൊന്നും സാധ്യതയില്ലാത്തതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ, സിലബസിന്റെ പുറത്തുള്ള കാര്യമൊന്നുമല്ല, അത് ഇമ്പോർട്ടന്റ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ളവർക്ക് രേഖപ്പെടുത്താം, സ്ക്രീൻഷോട്ട് എടുത്ത് രേഖപ്പെടുത്തിയാൽ മതി. ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു പ്രൊജക്ഷൻ ഓഫ് ബി അല്ലെങ്കിൽ കമ്പോണന്റ് ഓഫ് ബി അലോങ് എ എന്നാണ് എ ഡോട്ട് ബിയുടെ അർത്ഥം. അങ്ങനെയും പറയാം. ഇനി ഒരു പ്രോബ്ലം ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്. വെക്ടർ എ is equal to 2 i cap plus 5 j cap minus k cap, b equal to 4 i cap minus 3 j cap minus 2 k cap. Find angle between the vectors. അപ്പോൾ നിങ്ങളുടെ നോട്ട് ബുക്ക് ഒക്കെ ഞാൻ പരിശോധിച്ചപ്പോൾ കുറെ പേരുടെ നോക്കിയല്ലോ. അപ്പോൾ മറ്റ് ക്ലാസ്സുകൾ ബേസ് ചെയ്ത് നോട്ട് എഴുതുന്നവരും ഞാൻ ചെയ്തിരുന്ന പ്രോബ്ലംസ് അവരുടെ നോട്ടിൽ വേണം. ബാക്കി തിയറി പാർട്ടൊക്കെ നിങ്ങൾക്ക് മറ്റ് ക്ലാസ് റെഫർ ചെയ്തിട്ടൊക്കെ എഴുതാം. ട്യൂഷനോ എന്താണ്, എന്ത് സോഴ്സാണ്, യൂട്യൂബിലോ മറ്റ് ക്ലാസ്സുകളാണോ, വിക്ടേഴ്സ് ഒക്കെ ബേസ് ചെയ്ത് റെഫർ ചെയ്ത് എഴുതുന്ന ആളുകളുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബട്ട് യുവർ നോട്ട്ബുക്ക് ഷുഡ് കണ്ടെയ്ൻ ഓൾ ദി പ്രോബ്ലംസ് ഐ ഹാവ് ഡിസ്കസ്ഡ് ഇൻ മൈ ക്ലാസ്. എൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രോബ്ലം നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതണം. അത് നിങ്ങൾ നേരത്തെ നിങ്ങളുടെ മറ്റ് ക്ലാസ്സുകളിൽ നിന്ന് എഴുതിയ അതേ പ്രോബ്ലം ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്തത് നിങ്ങൾ അഡീഷണൽ ആയിട്ട് എഴുതുക തന്നെ വേണം പ്രോബ്ലംസ്. സോ റിമെമ്പർ, ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. A vector A is equal to 2 i cap plus 5 j cap minus k cap. Vector B is equal to 4 i cap minus 3 j cap minus 2 k cap. Then find the angle between the vectors. ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ കാണാനാണ് ചോദ്യം. അപ്പൊ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട് ആംഗിൾ കാണാൻ. കോസ് തീറ്റ എന്ന് പറയുന്നത് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എ ബി ആണ്, അല്ലെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എ ബി ആണ്. ഈ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ അത് എ ഡോട്ട് ബി കാണാനുള്ള ഫോർമുലയും പറയാം. എ ഡോട്ട് ബി ഈക്വൽ ടു എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ ഇസഡ് ബി ഇസഡ്. ഇത് രണ്ടും വെച്ചിട്ട് ഇതിന്റെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് സമയം കൊണ്ട് കാൽക്കുലേഷൻ നടത്തും. എ എക്സിന്റെ വാല്യൂ അറിയാം, എത്രയാണ്? 2. ബി എക്സിന്റെ വാല്യൂ 4, എ വൈ എന്ന് പറഞ്ഞാൽ 5, ബി വൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് -3, എ ഇസഡ് എന്ന് പറഞ്ഞാൽ -1, ഇവിടെ മൈനസ് കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് -1, ബി ഇസഡ് ഈസ് -2. ഈ ഡാറ്റാസ് വെച്ച് എ ഡോട്ട് ബി കാൽക്കുലേറ്റ് ചെയ്യും. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എ ഡോട്ട് ബി -5 എന്ന് കിട്ടും. എങ്ങനെയാണ് -5 വന്നത്? 2 × 4 ദാറ്റ് ഈസ് 8 ആണ് ഇവിടെ. അടുത്തത് എ വൈ ബി വൈ, എ വൈ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു ബി വൈ എന്ന് പറഞ്ഞാൽ -3. സോ 5 × -3 -15. -15 ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്തത് -1 × -2 +2. -1 × -2 പറഞ്ഞാൽ +2, ദാറ്റ് ഈസ് +2. 8 - 15 +2 ദാറ്റ് ഈസ് -5. എ ഡോട്ട് ബി കിട്ടി. ഇനി എന്ത് വേണം? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. അപ്പൊ എ ഇതാണ്, ബി ഇതാണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കാണാൻ എങ്ങനെയാണ്? അനലിറ്റിക്കൽ ഫോമിൽ ഒരു വെക്ടർ തന്നാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ എങ്ങനെയാണ്? √(ax²) പ്ലസ് ay² പ്ലസ് az². ഇതാണ് axi പ്ലസ് ayj പ്ലസ് azk എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ എ കാണാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈ ഫോർമുല ഉപയോഗിക്കും. ax 2 ആണ്, സോ ഇറ്റ് ഈസ് 2² പ്ലസ് ay 5 ആണ്, സോ 5² പ്ലസ് az -1 ആണ്, സോ -1 whole square, that is √30. Similarly, you can find the magnitude of b, vector b. It is bx² plus by² plus bz². bx² പറഞ്ഞാൽ 4 ആണ്, 4² plus by is 3 -3, so -3 whole square plus bz is -2, so -2 whole square. So 4² that is 16 plus -3² that is 9. 16 plus 9 25 plus 4 29. √30 and √29. Magnitude of A കിട്ടി, magnitude of B കിട്ടി, A dot B കിട്ടി. Now you can find the angle between the vectors. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കമ്പോണന്റ് ഫോമിൽ തന്നാൽ വെക്ടേഴ്സിനെ ഡ്രോ ചെയ്യാതെ, മാത്രമല്ല ഈ 3 dimensional ആയിട്ട് വെക്ടേഴ്സ് ഒന്നും വരക്കാനും കഴിയില്ല, നമുക്ക് സങ്കല്പിക്കാനേ കഴിയുള്ളൂ. ഒരു വരക്കണമെങ്കിൽ 2 dimensional വെക്ടേഴ്സേ കഴിയും.
ഓക്കെ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഇവ തമ്മിലുള്ള ആംഗിൾ കാണണമെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ബൈ എ ബി. എ ഡോട്ട് ബി അറിയാം, എ അറിയാം, ബി അറിയാം. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട്. സോ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ഇസ് -5 ആണ്, ഞാൻ -15 എന്നാണ് എടുത്തത്. സോ ദർ ഇസ് ആൻ എറർ. നിങ്ങൾ ചെയ്യുമ്പോൾ അത് -5 ആക്കിയിട്ട് ചെയ്യണം. -5 ആക്കിയിട്ട് ചെയ്യണം. ചെയ്ത് നോക്കുക അതിന്റെ ആൻസർ കറക്റ്റ് ആണോ. One minute. Cos inverse -5 -5 put 30 into 99.7 ആണ്. I'm sorry, there is an error. Let me correct it. -99.8. It is 99.8 degree. ഈ രീതിയിൽ നിങ്ങൾക്ക് ആംഗിൾ കാണാൻ പറ്റും. ഓക്കെ, ഈ പ്രോബ്ലം ചെയ്തത് മനസ്സിലായല്ലോ. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് കാണാനാണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. പ്രത്യേകിച്ച് മനസ്സിലാവാതിരിക്കേണ്ട കേസൊന്നുമില്ല, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ഡോട്ട് പി കണ്ടു, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇക്വേഷൻസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. 4ാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് ഇതൊക്കെ. √(x²+ay²+z² ആണെന്നും ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഒരു വെക്ടർ കമ്പോണന്റ് അനലിറ്റിക്കൽ ഫോമിൽ തന്നാൽ അതിന്റെ കമ്പോണൻസിന്റെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് റൂട്ട് എടുത്താലാണ് മാഗ്നിറ്റ്യൂഡ് കിട്ടുക. കമ്പോണൻസിന്റെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് ആ സ്ക്വയർ ചെയ്ത കമ്പോണൻസിന്റെ മാഗ്നിറ്റ്യൂഡ്സ് നമ്മൾ ആഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കുക. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഷോ ദാറ്റ് ദി വെക്ടേഴ്സ് ഗിവൺ ബിലോ ആർ പെർപെൻഡിക്കുലർ. 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കാനാണ്. വളരെ സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് എ ഡോട്ട് പി കാണേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്നത് 2i ആൻസർ ഇതിന്റെ കൂടെ തന്നിട്ടുണ്ട്. സോ 2i + 5j + k ഒന്നാമത്തെ വെക്ടർ, 4i - 3j + 7k രണ്ടാമത്തെ വെക്ടർ. അപ്പോൾ ഇനി ഡോട്ട്, അപ്പൊ 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് കാണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? You find a dot p. If a dot p is 0, then the vectors are perpendicular. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ നിർബന്ധമായിട്ടും a dot p 0 ആകണം. ഓക്കെ, അപ്പോൾ a dot p 0 ആണോ ചെക്ക് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. a dot p കാണാം, ax bx ചെയ്താൽ ഫസ്റ്റ് 2 × 4 8, that is 8 here. ay by 5 × -3 -15 here. And az bz 1 × 7, that is +7 here. So 8 - 15 + 7. And again that is 0. 8 - 15 + 7 is 0. So that means these two vectors are perpendicular. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വെക്ടറിനെ ഒരു 3-dimensional ആക്സിസ് ഒക്കെ വെച്ച് ഒരു റോഡൊക്കെ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാണ് 2 വെക്ടേഴ്സിനെ എങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ അത് വരക്കാതെ തന്നെ നമുക്കത് ഈസി ആയിട്ട് ഈ മെത്തേഡിലൂടെ കണ്ടെത്താം. എ ഡോട്ട് പി കണ്ടാൽ if that is 0, that means the vectors are perpendicular to each other. സിമ്പിൾ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻ എഴുതണം. ആ വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണോ അല്ലേ എന്ന് കണ്ടെത്താൻ ചോദിച്ചാൽ അത് എഴുതാൻ അതിന്റെ ആൻസർ കിട്ടും. ഇനി അടുത്ത കൺസെപ്റ്റ് നമ്മളെ ചാപ്റ്ററിൽ, അപ്പൊ ഇതുവരെ പഠിച്ചത് ഡോട്ട് പ്രോഡക്റ്റ് കാണാനാണ്. വെക്ടർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെക്ടർ പ്രോഡക്റ്റ് അല്ല, സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് കണ്ടെത്താനുണ്ട്. എന്തിനാണ് ഇത് പഠിച്ചതെന്ന് വെച്ചാൽ ഈ ഡോട്ട് പ്രോഡക്റ്റ് ടേമിലാണ് ഫിസിക്സിൽ വർക്കിനെ നമ്മൾ, പ്രവൃത്തി എന്ന് പറയുന്ന വർക്കിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്.
So next we go to physical quantity work. Work എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് എന്നുള്ളത് സാധാരണ കോമൺ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് വർക്ക്, ജോലി എന്നൊക്കെ പറയും. എന്താണ് ഫിസിക്സിലെ വർക്ക്? ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദി വർക്ക് ഇൻ ഓർഡിനറി ടേംസ്. റിലേഷൻ ഉണ്ട്, പക്ഷെ എക്സാക്ട് നമ്മൾ ഓർഡിനറി ടേമിൽ വർക്ക് എന്ന് പറയുന്നിടത്തൊക്കെ ഫിസിക്സിലെ വർക്ക് സംഭവിച്ചോളണം എന്നില്ല. ഇൻ ഫിസിക്സ്, ബൈ ദി ടേം വർക്ക് we mean when you apply a force to some quantity or some body or some object, and under the influence of that force, if the object moves, object displaces, or object has got some displacement, then you can say that work is done. എപ്പോഴാണ് ഒരു വർക്ക് ചെയ്തു എന്ന് പറയാ? നിങ്ങളൊരു വസ്തുവിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബലം പ്രയോഗിക്കപ്പെടുകയും ആ ബലത്തിന്റെ കാരണമായിട്ട് ആ വസ്തുവിനൊരു ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം ഉണ്ടാവുകയും ചെയ്താൽ നിങ്ങൾക്ക് പറയാം ആ ഫോഴ്സ് നിങ്ങൾ പ്രയോഗിച്ച ബലം കൊണ്ട് അവിടെ ഒരു വർക്ക് ചെയ്യപ്പെട്ടു എന്ന്. ഒരു ഉദാഹരണം പറയാണ്, നിങ്ങൾ വലിയൊരു വാളിൽ പോയി പുഷ് ചെയ്യാണ്, നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, കുറെ നേരം പുഷ് ചെയ്താൽ നിങ്ങൾ ക്ഷീണിക്കും, പക്ഷെ ആ വാൾ അവിടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് ആ വാളിന് ഉണ്ടാവണില്ല. അപ്പോ ജനറൽ ടേമിൽ നിങ്ങൾ നല്ലോണം തള്ളി പിടിക്കുന്നുണ്ട് ആ വാൾ, അതുകൊണ്ട് നിങ്ങൾ നല്ലോണം അധ്വാനിക്കുന്നുണ്ട്, നിങ്ങൾ പറയും വർക്ക് ചെയ്ത് ക്ഷീണിച്ചു. നിങ്ങളൊരു ഒരു ആളെ അല്ലെങ്കിൽ ഒരു ബോഡി, വലിയൊരു മരം വീഴാതെ അങ്ങനെ താങ്ങി നിൽക്കുകയാണ്, വീഴാൻ പോകുന്നൊരു മരം, നിങ്ങൾ അതിനെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളുടെ ബലം കൊണ്ട് ഫോഴ്സ് കൊടുത്ത് നിർത്തുക. നിങ്ങളവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അവിടെ ഒന്നും ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല, അപ്പൊ അവിടെ വർക്കൊന്നും ചെയ്തിട്ടില്ല. ബട്ട് നിങ്ങളുടെ ഒരു ഫീലിംഗ്, നമ്മുടെ ഫീലിംഗ്, നമ്മളെ മരം താങ്ങി പിടിച്ച് കുറച്ചു നേരം നിന്നാൽ നമ്മൾ ക്ഷീണിച്ചു പോകും, നമ്മൾ ജോലി ചെയ്തായിട്ടാണ് നമുക്ക് തോന്നും. So there is a conflict between the work in day-to-day life and work in physics. So in physics, the work is said to be done only if the body displaces. ഫോഴ്സ് അപ്ലൈ ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ഒരു വസ്തുവിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയും ചെയ്താലേ നമുക്ക് വർക്കിനെ കുറിച്ച് പറയാൻ തന്നെ പറ്റുള്ളൂ. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി എന്ന് കരുതി എപ്പോഴും വർക്ക് ചെയ്തോളണം എന്നുമില്ല. അതിനും എക്സാമ്പിൾസ്. ഒരു വസ്തുവിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്, ആ വസ്തുവിന് എങ്ങനെയൊക്കെയോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് മാത്രം എപ്പോഴും വർക്ക് ഉണ്ടാവണമെന്നില്ല. ദ ഡിസ്പ്ലേസ്മെന്റ് ഹാസ് എ കമ്പോണന്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ആ ഫോഴ്സിന്റെ ഫലമായിട്ട് ഒരു വസ്തു മൂവ് ചെയ്യുന്നു, ആ വസ്തുവിനപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ, ഫോഴ്സ് ഈസ് എ വെക്ടർ. So if you can resolve this displacement vector into one component along the direction of the force and another component perpendicular to the direction of the force, appo force ന്റെ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് സീറോ അല്ല എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി അല്ലാത്ത കേസിലൊക്കെ വർക്ക് ഉണ്ടാവും. അപ്പോ വർക്ക് ഉണ്ടാവണമെങ്കിലുള്ള കണ്ടീഷൻസ് പറയാം. ഒന്ന്, ഒരു ഫോഴ്സ് നിർബന്ധമാണ്, ആ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യണം, അതിന്റെ ഫലമായിട്ട് അല്ല ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഇൻസ്റ്റന്റ് ആ ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്യണം, ആ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം, ആ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും തമ്മിലുള്ള ആംഗിള്, ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും ഫോഴ്സും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആവരുത്. 90 ഡിഗ്രി ആയാൽ നോ വർക്ക് ഈസ് ഡൺ. ഇതൊക്കെയാണ് വർക്കിന്റെ ഫിസിക്സിലുള്ള കോൺസെപ്റ്റും ജനറൽ ഡേ ടു ഡേ ലൈഫിലുള്ള കോൺസെപ്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. Okay. So work done by the force is defined to be the product of component of the force in the direction of the displacement and the magnitude of the displacement. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സിന്റെ കമ്പോണന്റ് പല രീതിയിലും പറയാം. ഒന്നുകിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻസിലുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ കമ്പോണന്റ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ you resolve the force into two components, one in the direction of the displacement and another perpendicular to the direction of displacement. അങ്ങനെ റിസോൾവ് ചെയ്യുമ്പോൾ the force, magnitude of force into displacement of the component of force in the direction of the displacement into the magnitude of the displacement. ഇതാണ് ഫിസിക്സിൽ വർക്കിന്റെ ഡെഫിനിഷൻ. ഇതൊരു ഡയഗ്രാം, ഈ ഡയഗ്രത്തിൽ ഇതാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലാണ്. അതിന്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒബ്ജക്റ്റ് ഇതായി ഡോട്ടഡ് ലൈനിട്ട് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. ഫോഴ്സ് ഇങ്ങോട്ടാണ് അപ്ലൈ, നമ്മളൊരു ട്രോളി വലിക്കുന്നത് പോലെ, ഒരു ട്രോളി പുള്ള് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ലോൺ മോവർ പുള്ള് ചെയ്യുമ്പോൾ നമ്മളൊരു ആംഗിളിലാണ് അതിനെ വലിക്കുക, കയറ് റോപ്പ് ഒരു ആംഗിളിൽ കെട്ടിയിട്ട് ഇങ്ങനെ വലിക്കും. അത് പക്ഷേ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അങ്ങനെ തറയിലൂടെ ഉരുണ്ടുതി. അപ്പൊ അവിടെ ദിസ് വിൽ ബി ദി ഡയറക്ഷൻ ഓഫ് ദി മോഷൻ ആൻഡ് ദിസ് വിൽ ബി ദി ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സ്. സോ
So there is an angle between F and direction of the motion. So F displacement ഈ ഡയറക്ഷനിലായിരിക്കും. So force and displacement തമ്മിലൂടെ ഒരു angle ഉണ്ട്. Now F cos theta is the component of force in the direction of the motion, അല്ലെങ്കിൽ in the direction of displacement. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സിന്റെ കമ്പോണന്റ് ആണ് F cos theta. So this magnitude of this displacement into F cos theta, that will be the work. F cos theta into D. D is the magnitude of displacement. That product is called work. And work is a scalar quantity. അപ്പോൾ നേരത്തെ നമ്മൾ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് പഠിച്ചപ്പോൾ പറഞ്ഞു ഒന്ന് A into B into cos theta. ഇവിടെ ഇതിനെങ്ങനെ എഴുതാം? F into D into cos theta എന്ന് എഴുതാം. F into D into cos theta. F is the magnitude of the force. D is the magnitude of the displacement. Cos theta is the angle. Theta is the angle between them. അപ്പോൾ ഇതിനെ നമ്മൾക്ക് വർക്കിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇസ് ഡിഫൈൻഡ് ടു ബി ദി പ്രോഡക്റ്റ് ഓഫ് കമ്പോണന്റ് ഓഫ് ദി ഫോഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ പറയാം. ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലുള്ള കമ്പോണന്റ്, ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ഇൻറ്റു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിസ്പ്ലേസ്മെന്റ്. That is F cos theta into D, അല്ലെങ്കിൽ F into D into cos theta. So work done W is equal to F dot. ഈ ഡയഗ്രവും ഈ ഇക്വേഷനും ഈ സെന്റൻസും ഒക്കെ എഴുതണം. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. ഫോഴ്സ് ഇൻറ്റു കമ്പോണന്റ് ഓഫ് ദി ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ കമ്പോണന്റ് ഓഫ് ഫോഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് വിൽ ഗിവ് യു ദി വർക്ക് ഡൺ. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തത് ആ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ വസ്തു ചലിക്കുന്നത്, ആ ഫോഴ്സ് ഉണ്ട് വസ്തുന്റെ ഡിസ്പ്ലേസ്മെന്റ്, ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സിന്റെ ഡയറക്ഷനും തമ്മിൽ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവും. Then from the definition of work, cos theta is cos 90 and it becomes 0, and then work done will be 0. പറഞ്ഞത് ഫോഴ്സും ആ ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെട്ട ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഫോഴ്സിന്റെ ഡെഫിനിഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ആ കേസിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാളൊരു വലിയ വെയിറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അപ്പൊ ആ കയ്യിൽ പിടിച്ച ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അയാളുടെ കയ്യിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് താഴേക്കാണ്. mg എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അയാളുടെ കൈകളിൽ ഒരു താഴേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് അയാളുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അയാൾ നടക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഫോഴ്സ് പെർപെൻഡിക്കുലർ ആണല്ലോ. അയാൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് നടക്കുന്നത്. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. അപ്പൊ ആ കേസിൽ അയാൾ ചെയ്ത വർക്ക് 0 ആയിരിക്കും. ആ ഫോഴ്സ് ചെയ്ത വർക്ക് 0 ആയിരിക്കും. അയാളുടെ കയ്യിലുള്ള ഗ്രാവിറ്റേഷണൽ വെയിറ്റ്, ഓബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്ന ആ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് 0 ആണ്. ഏത് കേസാണ്? ഒരു വലിയ ഭാരം കയ്യിൽ താങ്ങിക്കൊണ്ട് ഒരാൾ മുന്നോട്ട് നടക്കണം. കയ്യിൽ തന്നെ ആവണമെന്നില്ല, ഒരു ഭാരവുമായിട്ട് ഒരാൾ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോവാണ്. അയാൾ താങ്ങിയിട്ടുള്ള ആ ഭാരം, അയാൾ സഫർ ചെയ്യുന്ന ആ വെയിറ്റ് എന്ന് പറയുന്ന ഫോഴ്സ് ആ കേസിൽ ചെയ്ത വർക്ക് എത്രയാന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 0. കാരണം വെയിറ്റ് എന്ന് പറയുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് ഹൊറിസോണ്ടലുമാണ്. സോ ദി ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 90 ഡിഗ്രി. സോ ഇൻ ദാറ്റ് കേസ് ദി വർക്ക് ഈസ് 0. പരീക്ഷയ്ക്ക് പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വ്യത്യസ്ത സിറ്റുവേഷൻസ് ഡേ ടു ഡേ ലൈഫ് എന്ന് തരും. എന്നിട്ട് അവിടെയുള്ള വർക്ക് കണ്ടെത്താൻ പറയും. വർക്കിന്റെ സൈൻ പറയാൻ പറയും. വർക്ക് 0 ആണോ, പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ എന്നൊക്കെ. ഉദാഹരണം പറയാണ്. ഒരു പ്രാവശ്യം ചോദിച്ചതാണ്. ഒരു ആൾ വലിയൊരു ഗ്ലാസ് സ്ലാബ് വളരെ ശ്രദ്ധയോടെ താങ്ങി താഴെ കൊണ്ടുവന്ന് വെക്കുന്നു. ഗ്ലാസിന്റെ നല്ല കനമുള്ളൊരു സ്ലാബ് പിന്നെ ഒരാള് അതിന്റെ സൈഡിൽ പിടിച്ചിട്ട് വളരെ ശ്രദ്ധയോടെ താഴേക്ക് കൊണ്ടുവന്ന് നിലത്ത് വെക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യമാണ്. ഇവിടെ വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ്, ആ ഒബ്ജക്റ്റിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് എത്രയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. ഈ ഗ്ലാസ് സ്ലാബ് മൂവ് ചെയ്യുന്ന വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. ആ കേസിൽ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. ഇനി ഈ പേഴ്സൺ, ഈ വ്യക്തി ചെയ്ത വർക്ക് എത്രയാന്ന് ചോദിച്ചാൽ വ്യക്തി കൊടുക്കുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓപ്പോസിറ്റ് ടു ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. മുകളിലേക്കാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുക. നമ്മൾ ഇതിനെ താങ്ങല്ലേ, വെയിറ്റ് താങ്ങല്ലേ.
അപ്പൊ അയാൾ ചെയ്ത വർക്ക് അവിടെ നെഗറ്റീവ് ആയിരിക്കും. ബിക്കോസ് അയാൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഡയറക്ഷൻ വെർട്ടിക്കലി അപ്വേർഡ് ആണ്. ഗ്ലാസ് സ്ലാബിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. സോ ദേ ആർ ഓപ്പോസിറ്റ്. സോ ദി ആംഗിൾ തീറ്റ ഇസ് 90 ഡിഗ്രി. അങ്ങനെ 90 ഡിഗ്രി ഓപ്പോസിറ്റ് ആവുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും റിസൾട്ട് അല്ലെ. മൈനസ് എഫ് ഇൻറ്റു ഡി എന്നായിരിക്കും ഡിസ്പ്ലേ എഫ് ഡോട്ട് ഡി ചെയ്താൽ കിട്ടുക. അപ്പൊ ആ കേസിൽ വർക്ക് നെഗറ്റീവ് ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് സൈൻ പറയാൻ. ഇനി എപ്പോഴാണ് വർക്ക് ഡൺ സീറോ ആവുന്ന കേസ്? ഫോഴ്സ് സീറോ ആയാൽ വർക്ക് ഡൺ സീറോ ആണ്. അത് പിന്നെ പറയാനില്ല. ഒന്ന് വെൻ ദി ഫോഴ്സ് ഈസ് സീറോ, ദാറ്റ് ഇസ് വെരി ക്ലിയർ. വെൻ ദി ഡിസ്പ്ലേസ്മെന്റ് ഈസ് സീറോ, ദാറ്റ്സ് ആൾസോ വെരി ക്ലിയർ. ഫോഴ്സ് ഇല്ലെങ്കിൽ വർക്ക് ചെയ്തു എന്നുള്ള ചോദ്യം തന്നെ ഇല്ല. ഇനി ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നില്ല. വെൻ യു പുഷ് എ ഹെവി വാൾ and force is applied on a rigid wall does not produce any displacement. ഈ കേസിൽ രണ്ട് കേസിൽ ഒന്ന് ഫോഴ്സ് സീറോ ആയാലും മറ്റൊന്ന് വർക്ക് സീറോ ആയാലും ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയാലും. മൂന്നാമത്തത് വെൻ ദി ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ പെർപെൻഡിക്കുലർ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് പലപ്പോഴും പല സിറ്റുവേഷൻസും ചോദിക്കാം. ഇത് ഡിഗ്രി എന്നുള്ളതിന്റെ സീറോ ആണ്, താഴെ വന്നതാണ്. സോ ലെറ്റ് മീ കറക്റ്റ് ഇറ്റ്. So when the force and displacement are perpendicular, theta equal to 90 degrees. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അങ്ങനെ വരുന്ന സിറ്റുവേഷൻ, വർക്ക് സീറോ ആവുന്ന ഒരു സിറ്റുവേഷൻ. When a body moves on horizontal direction, the gravitational force mg does no work on the body since it acts at right angles to the displacement. നേരത്തെ ഞാൻ പറഞ്ഞ കേസ്, ഒരു വെയിറ്റ്, അതൊരാൾ വെയിറ്റ് താങ്ങിയാണ് നടക്കണം. അപ്പൊ ആ വെയിറ്റ് മൂവ് ചെയ്യുന്നത്, ആ ഭാരം മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. അവ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ ആ കേസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് സീറോ ആണ്. ഒരു എക്സാമ്പിൾ ആണ്, പരീക്ഷക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മുമ്പ് ചോദിച്ചിട്ടുള്ള എക്സാമ്പിൾ ആണ്. തിരിച്ചാണ് ചോദിക്കുക, ഈ സിറ്റുവേഷൻ തരും, എന്നിട്ട് അവിടുത്തെ വർക്ക് സീറോ ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയാം. Then in circular motion, this is very important. In circular motion, uniform circular motion, നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് പഠിച്ചു. ഒരു വസ്തുവിന് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ there should be some force which provide the centripetal force എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എപ്പോഴും സെന്ററിലേക്കായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്. സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ നിന്നും ആ സർക്കിളിന്റെ സെന്ററിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവുക. പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ടാൻജൻഷ്യൽ ആണ്. അപ്പൊ ആ വെലോസിറ്റി എന്ന് പറയുന്നതിനും അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്, ആ ഇൻസ്റ്റന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ദി വെലോസിറ്റി. വെലോസിറ്റി ഡയറക്ഷൻ മാറുകയാണ്, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ മാറും. ഏതൊരു ഇൻസ്റ്റന്റ് എടുത്താലും ആ ഇൻസ്റ്റന്റിൽ വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. കാരണം ഡിസ്പ്ലേസ്മെന്റിന്റെ വെലോസിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആണ്. ടൈം സ്കെയിലർ ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനും വെലോസിറ്റിയുടെ ഡയറക്ഷൻ സെയിം ആയിരിക്കും. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ ആ ഓരോ ഇൻസ്റ്റന്റിലും ഈ ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, ആ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദി റേഡിയസ് വെക്ടർ. ടാൻജൻഷ്യൽ ആണ് വെലോസിറ്റി, അതേ ഡയറക്ഷനിലാണ് ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. ആ ഡിസ്പ്ലേസ്മെന്റ് ഈ റേഡിയസ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ അവിടെ റേഡിയസ് വെക്ടറും അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഡയറക്ഷനും റേഡിയസ് വെക്ടറിന്റെ റേഡിയലി ഇൻവേർഡ് ആണ്. അതായത് ആ പാർട്ടിക്കിളിൽ നിന്നും സെന്ററിലേക്കാണ് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഡയറക്ഷനും പിന്നെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ അതെപ്പോഴും ഓർത്തിരിക്കണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ യൂണിഫോം സർക്കുലർ മോഷൻ, യൂണിഫോം അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ്. സർക്കുലർ മോഷനിൽ സെൻട്രിപെറ്റൽ ഫോഴ്സും പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റും ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ ഏതൊരു ഇൻസ്റ്റന്റിൽ എടുത്താലും 90 ഡിഗ്രി ആയിരിക്കും. സോ ദ വർക്ക് ഡൺ ബൈ ദി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് സീറോ ഇൻ സർക്കുലർ മോഷൻ. ഈ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി എഴുതണം, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് വർക്ക്. വർക്ക് എപ്പോഴാണ് സീറോ ആവുക, ഒരു സിറ്റുവേഷൻ തന്നാൽ അവിടെ വർക്ക് സീറോ ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ പറയാൻ പറയും. ഈ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ബോക്സ് ഈസ് പുൾഡ് വിത്ത് എ ഫോഴ്സ് ഓഫ് 25 ന്യൂട്ടൺ to produce a displacement of 15 meter.
angle between the force and the displacement is 30 degree. Find the work done by the force. A simple question. Force തന്നിട്ട് മാഗ്നിറ്റ്യൂഡ് 25 ന്യൂട്ടൺ തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡ് 15 മീറ്റർ തന്നിട്ടുണ്ട്, ആംഗിൾ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ എഫ് ഡോട്ട് ഡി ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി ഇൻറ്റു കോസ് തീറ്റ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി ഉണ്ട്, തീറ്റ ഉണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡബ്ല്യു ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ. എഫ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ആണ്, അപ്പോൾ 25. ഡി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് ഇൻറ്റു 15. കോസ് തീറ്റ ഇസ് 30 കോസ് 30. ഇത് ചെയ്താൽ 25 ഇൻറ്റു 15 ഇൻറ്റു കോസ് 30 ചെയ്താൽ 324.76 ജൂൾസ് ആണ്. സോ വർക്ക് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മൾ ഇന്ന് പഠിച്ചു. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, അതിൽ സ്ലൈഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. വർക്ക് സ്കെയിലർ ആണെന്ന് അറിയാലോ, കാരണം ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ വർക്കിന്റെ യൂണിറ്റ് ജൂളാണ്. വർക്കിന്റെ യൂണിറ്റ് ജൂളാണ്. എനർജിയുടെ അതേ യൂണിറ്റ് തന്നെയാണ് വർക്ക്. എനർജിയും വർക്കും സെയിം ഡയമെൻഷൻ ഉണ്ട്. എനർജിയുടെ യൂണിറ്റും ജൂളാണ്, വർക്കിന്റെ യൂണിറ്റും ജൂളാണ്. റിമെമ്പർ, എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ഡൂയിങ് വർക്ക് എന്നാണ്. വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എനർജി, ഊർജ്ജം എന്ന് പറയുന്നത്. ടു ഡു വർക്ക് യു ഹാവ് ടു സ്പെൻഡ് എനർജി. അതാണ് അതിന്റെ മറ്റൊരു മനസ്സ്. ഫിസിക്സ്, അതിന്റെ ഫിസിക്സ് അതാണ്. നിങ്ങൾക്കൊരു വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എനർജി എവിടെന്നെങ്കിലും കൊടുക്കണം. ഒരു വർക്ക് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുക എനർജി പലപ്പോഴും ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റപ്പെടുകയാണ്. ആ സമയത്തൊക്കെ വർക്ക് അതുമായി ബന്ധപ്പെട്ട് കടന്നു വരും. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സ്റ്റോൺ, ഒരു വലിയ ഭാരമുള്ള ഒരു കല്ല് മുകളിലേക്ക് ഒരു ഉയരത്തിലേക്ക് പൊക്കി വെക്കുകയാണ്. അപ്പൊ ആ കല്ലിനെ മുകളിലേക്ക് പൊക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്യണം. നിങ്ങൾ ആ കല്ലിൽ കൊടുത്ത ഫോഴ്സ് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കല്ലിനെ, ആ ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്ത ഫോഴ്സ് വെർട്ടിക്കലി അപ്വേർഡാണ്. ആ ഫോഴ്സിന്റെ ഫലമായിട്ട് ഈ കല്ല് മുകളിലേക്ക് നീങ്ങി, ഉയരം വരെ നീങ്ങി. അപ്പൊ ആ കല്ലിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റും വെർട്ടിക്കലി അപ്വേർഡാണ്. നിങ്ങളുടെ ഫോഴ്സ് വെർട്ടിക്കലി അപ്വേർഡാണ്. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ പോസിറ്റീവ് ആയിരിക്കും, ആംഗിൾ 0 വരും. അപ്പൊ നിങ്ങളൊരു പോസിറ്റീവ് വർക്ക് ചെയ്തു. നിങ്ങൾ വർക്ക് ചെയ്തപ്പോൾ നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മസ്കുലാർ ഫോഴ്സ് കൊണ്ട് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് എനർജി, സ്റ്റോർ ചെയ്യപ്പെട്ട എനർജിയിൽ നിന്ന് ഒരു ഭാഗം നഷ്ടപ്പെട്ടു. ആ എനർജി കാരണം, ആ എനർജിയാണ് ഇവിടെ വർക്ക് ചെയ്യാനുള്ള നിദാനമായിട്ടുള്ള ഊർജം. ആ എനർജി ഉള്ളത് കൊണ്ടാണ് വർക്ക് സംഭവിച്ചത്. ആ വർക്കിന്റെ ഫലമായിട്ട് എനർജിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ എനർജി നേരത്തെ നിങ്ങളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി ആണെങ്കിൽ അതിപ്പോ എന്തായി മാറി? ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സ്റ്റോൺ. ഹൈറ്റിലെത്തിയപ്പോൾ ആ സ്റ്റോണിന്റെ പൊട്ടൻഷ്യൽ എനർജി വർദ്ധിച്ചു. ആ പൊട്ടൻഷ്യൽ എനർജിയിലുള്ള വർധനവായിട്ട് മാറി. സോ എനർജി ഫ്രം യുവർ ബോഡി, സ്റ്റോർഡ് എനർജി ഫ്രം യുവർ ബോഡി ഈസ് ട്രാൻസ്ഫോംഡ് into potential energy of the stone, and there is an associated work. ആ വർക്ക് കണ്ടാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? അവിടെ ചെയ്ത വർക്കും ആ കല്ലിന്റെ പൊട്ടൻഷ്യൽ എനർജിക്ക് ഉണ്ടായ ചേഞ്ചും ഇൻക്രീസും തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ വർക്ക് ചെയ്താൽ എനർജി, വർക്ക് ചെയ്യണമെങ്കിൽ, വർക്ക് നടക്കണമെങ്കിൽ ഒരു എനർജി സ്പെൻഡ് ചെയ്യണം. വർക്ക് ചെയ്തതിന്റെ ഫലമായിട്ട് അത് മറ്റൊരു ഫോമിൽ സ്റ്റോർ ചെയ്യപ്പെടും, അല്ലെങ്കിൽ മറ്റൊരു ഫോമിലേക്ക് മാറ്റപ്പെടും. സ്റ്റോർ ചെയ്താൽ അല്ലെങ്കിൽ ഒരു മാറ്റം വരും. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതെവിടെയും എഴുതൊന്നുമില്ല, പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. വർക്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് എനർജി ആൻഡ് ഹൗ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് എന്ന് ചോദിച്ചാൽ, whenever there is a work done, it requires energy, and as a result of the work, the energy is transformed usually from one form to another, and in many times it gets stored. As നിങ്ങൾക്ക് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറാൻ വർക്ക് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്ന കേസിനാവും വേറെ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ എനർജി, വേറെ എനർജി ആയിട്ടൊക്കെ മാറാം. ഇതിലൊക്കെ വർക്ക് അസോസിയേറ്റ് ചെയ്ത് വരും. വർക്കിന്റെ ഫലമായിട്ടാണ് ഈ എനർജി ട്രാൻസ്ഫോർമേഷൻ, ഫോം ചേഞ്ച് പലപ്പോഴും നടക്കുക. ഓക്കെ, അപ്പൊ ഇത് ചെയ്തു. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ്. ദി കമ്പോണന്റ് ഫോമിൽ, അനാലിറ്റിക്കൽ ഫോമിൽ തന്നു. എഫ് തന്നിട്ടുണ്ട്. വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 3i + 4j - 5k യൂണിറ്റ്. ഈ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിന്റെ യൂണിറ്റ് ഇന്നതാന്ന് പറഞ്ഞിട്ടില്ല. ഇറ്റ് മേ ബി എസ് ഐ യൂണിറ്റ്. എഫ് ഇസ് ഈക്വൽ ടു 3i + 4j - 4k SI യൂണിറ്റ് ആവാം, അല്ലെങ്കിൽ വേറെ ഒരു യൂണിറ്റ് ഉണ്ട് ഇതിന്. ആൻഡ് ഫോർ ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് 5i + 4j + 3k യൂണിറ്റ്. ആൾസോ ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള ആംഗിളും കാണാൻ പറഞ്ഞിട്ടുണ്ട്, വർക്കും കാണാൻ പറഞ്ഞിട്ടുണ്ട്. എഫ് തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്. എഫ് ഡോട്ട് ഡി കാണാം. ഈ കമ്പോണന്റ് ഫോമിൽ, അനാലിറ്റിക്കൽ ഫോമിൽ എന്നാൽ എ ഡോട്ട് ബി കാണാൻ വളരെ ഈസി ആണല്ലോ. കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 3 × 5 ചെയ്യണം, പ്ലസ് 4 × 4 ചെയ്യണം, പ്ലസ് -5 × 3 ചെയ്യണം. അതാണ് എഫ് ഡോട്ട് ഡി. ദാറ്റ് ഈസ് 3 × 5 പറഞ്ഞാൽ 15, 4 × 4 പറഞ്ഞാൽ +16,
-5 into 3 പറഞ്ഞാൽ -15, അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ 16 ജൂൾ എന്ന് കിട്ടും. So the work done is 16 joule. ഇനി ആംഗിൾ ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ബൈ എ ബി ആണ്. ഈ കേസിൽ പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് എഫ് ഡോട്ട് ഡി ബൈ എഫ് ഡി, ഡിക്ക് വെക്ടർ ഇടണം, എഫ് ഡോട്ട് വെക്ടർ ഡി ഡിവൈഡഡ് ബൈ എഫ് ഡി. എഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എഫിന്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ റൂട്ട് ഓഫ് 3². അങ്ങനെയാണ് കിട്ടിയത്. ഇതാ 3² പ്ലസ് 4² പ്ലസ് 5², ദാറ്റ് ഈസ് റൂട്ട് 50. ഡിയുടെ മാഗ്നിറ്റ്യൂഡ് അഗൈൻ റൂട്ട് ഓഫ് 5² പ്ലസ് 4² പ്ലസ് 3², അഗൈൻ റൂട്ട് 50. എഫിന്റെയും ഡിയുടെയും മാഗ്നിറ്റ്യൂഡ്സ് കിട്ടി. എഫ് ഡോട്ട് ഡി നമ്മളിവിടെ കണ്ടെത്തി. എഫ് ഡോട്ട് ഡി 16 എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ എഫ് ഡോട്ട് ഡി ദാറ്റ് ഈസ് 16 ഡിവൈഡഡ് ബൈ ദി മാഗ്നിറ്റ്യൂഡ്സ് എഫ് ഇൻറ്റു ഡി റൂട്ട് 50 into റൂട്ട് 50. So theta is equal to cos inverse f dot d by ft, that is cos inverse. F dot d is 16 divided by fd is root 50 into root 50, that is root of 50 into 50. Root of 50 into 50 ആണ് 50 ആണ്. So cos inverse 16 divided by 50 and that is equal to 71.33 degree. നമുക്ക് മനസ്സിലാക്കണം പ്രോബ്ലം ചെയ്തത്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് നമ്മൾ ആംഗിൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇത്രയും ചെയ്തത്. വർക്ക് കാണാൻ വളരെ ഈസിയാണ്, നേരെ ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ. ദിസ് 16 ജൂൾ. ആരെങ്കിലും പിന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്നവർ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നീട് ചെയ്ത് നോക്കാം. ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഇവിടെ പറഞ്ഞത് 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ബി, ദ വാല്യൂ ഓഫ് ബി കണ്ടെത്തണം ഇഫ് ദി 2 വെക്ടേഴ്സ് ഗിവൺ ബിലോ ആർ പെർപെൻഡിക്കുലർ. താഴെ തന്നിരിക്കുന്ന 2 വെക്ടേഴ്സ് എയും ബിയും തന്നിട്ടുണ്ട്, അവ പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബി എന്ന് പറയുന്ന ആളുടെ വാല്യൂ എത്രയാവണം? ഫോർ വാട്ട് വാല്യൂസ് ഓഫ് ബി ദീസ് 2 വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ? ഇതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഇവിടെ 2i പ്ലസ് ബി ജെ പ്ലസ് 3k തന്നിട്ടുണ്ട്, i മൈനസ് 4j പ്ലസ് 2k തന്നിട്ടുണ്ട്. രണ്ടും പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ ബിയുടെ വാല്യൂ എത്ര വരണം? ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നിങ്ങൾ എ ഡോട്ട് ബി കാണണം. അപ്പോൾ ബിന്റെ ടേമിലുള്ള ഒരു ഇക്വേഷൻ വരും, ദാറ്റ് ഈക്വൽ ടു 0 എന്ന് എഴുതണം. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് ബി കാണണം. സോ ദാറ്റ് ഈസ് ദി വേ ടു ആൻസർ. വെരി ഈസി. അപ്പോൾ എ ഡോട്ട് ബി കാണാം. 2 into I 2 into 1, so that is 2 minus 4 into അല്ലെങ്കിൽ b into minus 4, so that is minus 4b. 3 into 2, that is plus 6. 2 minus 4b plus 6. ഇത് ചെയ്താൽ minus 4b plus 8 എന്ന് വരും, അല്ലെങ്കിൽ 8 minus 4b എന്ന് വരും. അപ്പോൾ എ ഡോട്ട് ബി കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പെർപെൻഡിക്കുലർ ആവുമ്പോൾ ബിന്റെ വാല്യൂ കാണാനാണ്. പെർപെൻഡിക്കുലർ ആവുമ്പോൾ എ ഡോട്ട് ബിയുടെ വാല്യൂ എത്രയാവണം? 0 ആവണം. എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ, സോ എ ഡോട്ട് ബി ഈക്വൽ ടു 0. അപ്പോൾ 8 minus 4b ഈക്വൽ ടു 0 or 8 is equal to 4b, b equal to 8 by 4, that is 2. So b 2 ആവുമ്പോൾ ഇത് രണ്ടും പെർപെൻഡിക്കുലർ. For the value of b2, b equal to 2, these 2 vectors are perpendicular. അപ്പോൾ 2 എന്ന ആൻസർ. സോ അപ്പോൾ അങ്ങനെ വർക്ക് എന്താന്ന് പഠിച്ചു. ഡോട്ട് പ്രോഡക്റ്റ് തുടങ്ങി നമ്മൾ ഡോട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് പഠിച്ചു, പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. അനാലിറ്റിക്കൽ ഫോമിൽ തന്നാലും ജോമെട്രിക്കൽ രീതിയിൽ വരച്ചാലും ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കാണാം? ഒന്ന് എ ഇൻറ്റു ബി ഇൻറ്റു കോസ് തീറ്റ, മറ്റൊന്നിൽ എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ ഇസഡ് ബി ഇസഡ്. ഇതാണ് 2 ഇക്വേഷൻ ഡോട്ട് പ്രോഡക്റ്റ് കാണാനുള്ള. ഡോട്ട് പ്രോഡക്റ്റിന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. എപ്പോഴാണ് ഡോട്ട് പ്രോഡക്റ്റ് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എത്രയാണ്, പാരലൽ ആണെങ്കിൽ എത്രയാണ്, ആന്റി പാരലൽ ആണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണ്? ഒന്ന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആവും, പാരലൽ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എ ബി എന്നാവും, പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് മൈനസ് എ ബി എന്നാവും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അനലിറ്റിക്കൽ ഫോമിൽ തന്ന വെക്ടേഴ്സ് പാരലൽ ആണോ പെർപെൻഡിക്കുലർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ വർക്കിനെ കുറിച്ച് പറഞ്ഞു. ഡോട്ട് പ്രോഡക്റ്റിന്റെ ഒരു അപ്ലിക്കേഷൻ കൂടിയാണ് വർക്ക് എന്നുള്ള കൺസെപ്റ്റ്. വർക്ക്, ഫിസിക്സിലെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കമ്പോണന്റ് ഓഫ് ഫോഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് ബലത്തിന്റെ
ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലെ കമ്പോണന്റ് എടുക്കുക, അതിനെ ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഗുണിച്ചാൽ യു വിൽ ഗെറ്റ് ദി ഡിസ്പ്ലേസ്മെന്റ്, യു വിൽ ഗെറ്റ് ദി വർക്ക് ഡൺ. ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സിന്റെ കമ്പോണന്റ് എഫ് കോസ് തീറ്റ ആണെങ്കിൽ എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി എന്ന് വരും. ഡി ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി അല്ലെങ്കിൽ എഫ് ഇൻറ്റു ഡി ഇൻറ്റു കോസ് തീറ്റ, that can be written as f dot d. So work done is f dot d, vector f dot vector d, അല്ലെങ്കിൽ magnitude of f into magnitude of d into cos of the angle between f and d. ഇതാണ് വർക്ക് ഡൺ. ഇതാണ് ഇന്ന് കാര്യമായിട്ട് പഠിച്ചത്. പിന്നെ കുറെ പ്രോബ്ലംസ് ചെയ്തു. എ ഡോട്ട് ബി എങ്ങനെ കാണുക, angle between a and b. If you know a dot b, you can find angle between a and b by the equation theta is equal to cos inverse a dot b divided by ab. ഓക്കെ, പിന്നെ നമ്മൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും ചെയ്തു. സോ ലെറ്റ് us wind up. ഇത്രയും മതി. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങളുടെ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്റർ പരീക്ഷ ഡേറ്റ് നാളെ ഞാൻ ഇന്നോ നാളെയായിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. മിക്കവാറും നാളെ രാത്രി നടത്താൻ പറ്റുമോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം. എന്തായാലും നിങ്ങളത് പഠിച്ച് റെഡി ആവുക. അതിലെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ തറവായിട്ട് പഠിക്കുക. ഓക്കെ, ഇവിടെ ക്ലാസ് ഒരു പ്രാവശ്യം നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് തന്നെ ക്ലാസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാവാത്തതിനെ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.